വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകളോടെ തുടങ്ങുകയാണ്. ഇന്ന് മാർച്ച് 20, വെള്ളി, മീനം 6. പെരുന്നാളിന്റെ ആഘോഷ ദിവസം തന്നെയാണ്. സന്തോഷത്തിനിടയിലും യുദ്ധത്തിന്റെ വാർത്തകളുമുണ്ട്, ദുഃഖകരമായ വാർത്ത. ഒപ്പം കേരള തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ കോൺഗ്രസിന്റെ പട്ടിക വന്നു. ഇനി തർക്കങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് പ്രഖ്യാപനം നടത്തി. ഈ പ്രഖ്യാപനത്തിന് ശേഷവും ഇനി അസംതൃപ്തർ എന്തൊക്കെ പറയും, അടങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് പെരുന്നാൾ ആശംസകൾ. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിന് പ്രത്യേക ഒരുക്കങ്ങൾ പൂർത്തിയായി. പള്ളികളിൽ നിന്ന് തക്ബീർ ധ്വനികൾ ഉയർന്നു. അല്ലാഹു അക്ബർ, ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളും പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധയിടങ്ങളിലെ ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. തക്ബീർ ധ്വനികളാൽ മുഖരിതമാണ് പള്ളികൾ. നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് വിശ്വാസികൾ ഈദാഘോഷത്തിലേക്ക് കടക്കുന്നത്. വ്രതശുദ്ധിയിലൂടെ കൈവരിച്ച ആത്മചൈതന്യവുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. വ്രതശുദ്ധിയുടെ അച്ചടക്കമുള്ള ജീവിതം ഇനിയുള്ള ദിവസങ്ങളിലും നിലനിർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്താണ് ഓരോ വിശ്വാസിയും പെരുന്നാളിലേക്ക് കടക്കുന്നത്. 24 കോഴിക്കോട്. ഇനി പെരുന്നാൾ വിശേഷങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരും. കോഴിക്കോട് നിന്ന് ദിൽഷ തിലകനാണ് ആദ്യം എത്തുന്നത്. ദിൽഷ, 29 നാൾ നീണ്ട വ്രതശുദ്ധി, അത് കഠിന വ്രതത്തിനപ്പുറത്തേക്ക് ഇനി ആഘോഷമാണ്. അത് ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും ഒക്കെ ഒരു ആഘോഷത്തിൻ്റെ ദിനം കൂടിയാണിന്ന്. എങ്ങനെയാണ് ഇന്നലെ തന്നെ വലിയ നിര അല്ലെങ്കിൽ വലിയ തിരക്ക് കോഴിക്കോടടക്കം എല്ലായിടത്തും പെരുന്നാൾ ഒരുക്കത്തിൻ്റെ ഭാഗമായുള്ള തിരക്കുണ്ടായിരുന്നു. ശനിയാഴ്ച ആകുമെന്ന് പ്രതീക്ഷിച്ചു ചിലരെങ്കിലും. അതുകൊണ്ട് ഒരുങ്ങാത്തവർ ഇന്നലെ തിരക്ക് പിടിച്ച ഒരുക്കങ്ങളായിരുന്നു രാത്രിയിലൊക്കെ. എന്തായാലും കോഴിക്കോട് ഈ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ പ്രത്യേകതരം ഉണർവ് തന്നെയാണ്. അതെ അതെ. ദിൽഷ, എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ, അല്ലെ അവിടുത്തെ ഒരുക്കങ്ങൾ? ഇന്ന് എവിടെയൊക്കെയാണ് ഈദ് ഗാഹുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ദിൽന. ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 29 ദിവസത്തോളം പകൽ സമയങ്ങളിൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ വ്രതമെടുത്തു. ഈ വ്രതത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും എല്ലാം ഒരു ആ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാം നാളുകൾ കഴിഞ്ഞ് ഇനി ആഘോഷത്തിൻ്റെ മറ്റൊരു പകൽ ഇന്ന് പിറക്കുകയാണ്. സംസ്ഥാനത്തുടനീളം പ്രത്യേക ഈദ് ഗാഹുകളടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. ഏകദേശം 7 മണിയോട് കൂടിയാണ് ഈദ് ഗാഹുകളെല്ലാം ആരംഭിക്കുക. നമുക്കറിയാം, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക സമാധാനത്തിനായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയായിരിക്കും ഇത്തവണ ഈദ് ഗാഹ്. ലോകത്ത് സമാധാനം പുലരട്ടെ എന്നാണ് മത നേതാക്കന്മാരടക്കം പറയുന്നത്. മാത്രവുമല്ല, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലടക്കം നിരവധി പേർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവരെ കൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ ഓർക്കേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ വിശ്വാസങ്ങൾക്കപ്പുറത്തേക്ക് ഈ ആഘോഷങ്ങൾ കൈവിട്ടു പോകരുത്. എല്ലാവരും നല്ല രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കണമെന്നാണ് മത നേതാക്കളടക്കം വിശ്വാസികളെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വിശ്വാസങ്ങൾക്കപ്പുറം കൈവിട്ടുള്ള ആഘോഷങ്ങളിലേക്ക് ആരും കടക്കരുത് എന്നാണ്. എന്തായാലും വിവിധ പള്ളികളുടെയും അതുപോലെ തന്നെ വിവിധ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ നിരവധി ഈദ് ഗാഹുകൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ മത പണ്ഡിതനായിട്ടുള്ള റഷീദ് കുട്ടമ്പൂർ നേതൃത്വം നൽകുന്ന ഈദ് ഗാഹ് ഏകദേശം 7:30 കല്ലായി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി പേർക്ക് ഈ ഒരു ഇന്നത്തെ പെരുന്നാൾ ഗൾഫ് രാജ്യങ്ങളിലടക്കം നിരവധി വിശ്വാസികൾക്ക് ആഘോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമ്മുടെ ആഘോഷത്തിൽ ഈ പ്രാർത്ഥനയിൽ അവരെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പ്രധാനമായിട്ടും ഇത്തവണയുള്ള സന്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ തന്നെ ഇന്നലെയോടുകൂടി തന്നെ വലിയ രീതിയിൽ വിപണിയടക്കം സജീവമായിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇന്നലെയോടുകൂടി തന്നെ ഉണ്ടായിരുന്നു. നഗരങ്ങളിലടക്കം രാവിലെ തന്നെ നേരത്തെ തന്നെ കടകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. പുത്തൻ വസ്ത്രങ്ങളും അത്തറിൻ്റെ മണമുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ച് വിശ്വാസികൾ ഇന്ന് പള്ളികളിൽ പോകും. ഈദ് ഗാഹുകളിൽ പങ്കെടുക്കും. ശേഷം വീടുകളിലെത്തി കുടുംബാംഗങ്ങളുമൊത്ത് ഭക്ഷണം കഴിക്കും. ശേഷം ബന്ധുക്കൾ
സുഹൃത്തുക്കളുമായിട്ട് പങ്കുചേരും. അങ്ങനെ കൂട്ടായ്മയുടെയും ഈ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം ഒരു പങ്കിടൽ കൂടിയാണ് ഇന്നത്തെ ദിവസം. ഗോകുൽ, ദിൽന. തീർച്ചയായും അങ്ങനെ ഒരു മനോഹരമായ പെരുന്നാൾ ദിനം എല്ലാവർക്കും അത് സമൃദ്ധമായി ആഘോഷിക്കാൻ പറ്റട്ടെ. അപ്പോൾ പോലും നമ്മുടെ ഈ പ്രവാസികളായ പല സുഹൃത്തുക്കൾക്കും ഈ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെയും ഈ പറഞ്ഞ അലാറം മുഴങ്ങുന്നു അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ വരുന്നു, അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഈദ്ഗാഹുകളില്ല. അസാധാരണമായ സാഹചര്യമാണ്. പിന്നെ നാട്ടിലേക്ക് വരാൻ കഴിയാതെ പോയ പലരുണ്ട്. പ്ലാൻ ചെയ്തിരുന്ന ആളുകൾ ചിലപ്പോൾ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ വിമാനങ്ങളിലെ അനിശ്ചിതത്വം ഉണ്ടാകുന്നു. രണ്ട്, ഈ വിമാന നിരക്ക് കൂടി. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് വരാൻ കഴിയാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ അവരോടുള്ള ഇടങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ അവിടെയാണെന്നാണെങ്കിൽ അവിടെ പ്രവാസികൾക്ക് അവിടുത്തെ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം അവിടെയുള്ള കുടുംബാംഗങ്ങൾക്കൊപ്പം സമൃദ്ധമായി ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ചില പ്രതികരണങ്ങളിലേക്കാണ്, ചില പെരുന്നാൾ ആശംസകളിലേക്കാണ്. ഭക്തിയുടെയും സഹജീവി സ്നേഹത്തിന്റെയും ആഘോഷമാണ് ചെറിയ പെരുന്നാളെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേവലം ആഘോഷത്തിനപ്പുറം പ്രാർത്ഥനാ ദിനമായി പെരുന്നാളിനെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പെരുന്നാൾ ദിനത്തിൽ ഫിത്വർ സക്കാത്തിന്റെ പ്രാധാന്യം മറക്കരുതെന്നും സാദിഖലി തങ്ങൾ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ദാനത്തിൻ്റെ കാര്യം ചെറിയ പെരുന്നാളിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സുഭിക്ഷത ഉറപ്പുവരുത്തുക. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥനാ ദിനമായിട്ട് കൂടി പെരുന്നാളിനെ നമ്മൾ കൊണ്ടാടണം. കേവലം ആഘോഷം മാത്രമല്ല, നമ്മുടെ സഹജീവികളോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം, സഹജീവികളോട് നമ്മുടെ സ്നേഹം, സാഹോദര്യം, അതുപോലെ തന്നെ ലോകത്ത് സമാധാനവും ശാന്തിയും പുലരുവാനുള്ള പ്രാർത്ഥനകൾ, ഇതിൻ്റെയൊക്കെ സമയം കൂടിയായിട്ട് പെരുന്നാൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലും പലസ്തീനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അവിടെ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് സർവശക്തനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടി ഈ പെരുന്നാൾ ദിനത്തെ പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. യുദ്ധപശ്ചാത്തലത്തിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും തങ്ങൾ പെരുന്നാൾ ആശംസകൾ നേർന്നു. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ഈദാശംസകൾ നേരുകയാണ്. ഈ പെരുന്നാളിന് മധുരങ്ങൾ കൂടുതലാണ്. ഒന്ന്, സൗദി, UAE, ഖത്തർ, ബഹ്റൈന്, കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിൽ നമ്മളെപ്പോലെ ഇന്ന് അവരും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. രണ്ട്, പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചാവുക എന്നത് ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമുള്ള ദിവസമാണ്. ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഇന്ന് ലോകത്ത് നടക്കുന്ന ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ലോകത്ത് മുഴുവനും ശാന്തിയും സമാധാനം വേണം. എല്ലാ കറകളും ഒഴിവാക്കി എല്ലാവരും സ്നേഹത്തോടെ കഴിയുക. എല്ലാവർക്കും ചെറുപെരുന്നാളിൻ്റെ ഈദാശംസകൾ. ഇനി തിരുവനന്തപുരത്തേക്കാണ്. അവിടെ പാളയം പള്ളിക്ക് സമീപത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പെരുന്നാൾ ഒരുക്കങ്ങൾ? ഈദ്ഗാഹുകളൊക്കെ എവിടെയാണ്? ആരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമായും? ഗുഡ് മോർണിംഗ് ദിൽന. ചെറിയ പെരുന്നാൾ ആശംസകൾ. ഞാനുള്ളതിപ്പോൾ പാളയം ജുമാ മസ്ജിദിന് മുന്നിലാണ്. ഇപ്പോൾ തന്നെ പ്രാർത്ഥനകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രധാനമായും തിരുവനന്തപുരത്ത് ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ്. 7 മണിയോടുകൂടി വലിയ ഒരു പ്രാർത്ഥനാ ചടങ്ങ് തന്നെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. വിവിധ ഗാസിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലും തെക്കൻ കേരളത്തിലും വിവിധ ഇടങ്ങളിലും ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെയാണ് കോഴിക്കോട്ട് ഈ പിറ കാണുന്നതും അതുപോലെ തന്നെ ഈ ചെറിയ പെരുന്നാൾ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിനുശേഷം ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു വിശ്വാസികൾ എന്ന് വേണം പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വെള്ളിയാഴ്ചയും ചെറിയ പെരുന്നാളും ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച അവരുടെ ഒരു പ്രാർത്ഥനാ ദിവസം കൂടിയാണ്. ഒപ്പം ഈ ചെറിയ പെരുന്നാൾ കൂടി എത്തുമ്പോൾ അവർ വലിയ രീതിയിൽ ആത്മവിശ്വാസത്തിനാണ്, സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു നോമ്പ്, ആ നോമ്പ് 29 ദിവസത്തെ നോമ്പിന് ശേഷമുള്ള ഈ ഒരു ചെറിയ പെരുന്നാൾ ആഘോഷം വലിയ രീതിയിൽ ആഘോഷിക്കുക തന്നെയാണ്. പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ആ ഒരു ഈദ്ഗാഹിലേക്ക് അല്പസമയത്തിനകത്ത് കടക്കും. പ്രമുഖ വ്യക്തികൾ തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈദ്ഗാഹിൽ പങ്കെടുക്കും. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി ആയിരിക്കും ആ ഈദ്ഗാഹിന് നേതൃത്വം നൽകുക എന്നുള്ള വിവരമാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക്, അതായത് ജുമാ മസ്ജിദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിൽമ. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പാളയമടക്കം ഒപ്പം
കോഴിക്കോടിൻ്റെ വിവിധയിടങ്ങളിൽ അങ്ങനെ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഈ സമൂഹ ഈദ്ഗാഹുകൾ ഉണ്ടാവും. അതൊക്കെ 7 മണിയാകുമ്പോഴത്തേക്ക് ആ ഈദ്ഗാഹുകളുടെ മനോഹരമായ ദൃശ്യങ്ങളും അവിടുത്തെ പ്രാർത്ഥനകളും സന്ദേശങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ഗൾഫിലേക്കൊന്ന് പോവുകയാണ്. അവിടുത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴും ഈ യുദ്ധ സാഹചര്യവും ആശങ്കയും നിലനിൽക്കുന്ന ഒരിടമാണ് ഗൾഫ്. സൗദിക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ തകർത്തതായി പ്രതിരോധ സേന പറയുന്നു. കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത്. UAE പ്രസിഡന്റുമായി സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UAEയിൽ ഹിസ്ബുള്ള അംഗങ്ങൾ അറസ്റ്റിലായിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും ചേരുകയാണ്. ആദ്യം ജലീലിലേക്കാണ്. ജലീൽ, ഇന്നും സൗദിക്ക് നേരെ ഇറാന്റെ ആക്രമണം അത് ചെറുത്തു സൗദി പ്രതിരോധ സേന എന്നാണ് മനസ്സിലാക്കുന്നത്. യുദ്ധ വാർത്തകളിലേക്ക് വരും മുൻപ് ആദ്യം തന്നെ പെരുന്നാൾ ആശംസകളൊപ്പം സൗദിയിലെ ഇന്നത്തെ പെരുന്നാൾ ഒരുക്കങ്ങൾ വിശേഷങ്ങൾ എന്താണ്? അതിനുശേഷം നമുക്ക് യുദ്ധവാർത്ത കൂടി. ദില്ല ഗോകുൽ, പെരുന്നാൾ ആശംസകൾ. നാട്ടിലെ പോലെ തന്നെ ഗൾഫും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എന്നാൽ സാധാരണ പോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും സൗദിക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലേക്ക് പോകാൻ പറ്റാതെ, സാധാരണ പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ ഒരുപാട് പ്രവാസികൾ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ ഇല്ലാത്തതും അതോടൊപ്പം തന്നെ ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചതും ഒക്കെ കാരണം അതോടൊപ്പം തന്നെ തിരിച്ച് സൗദിയിലേക്കോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന കൃത്യസമയത്ത് വരാൻ പറ്റുമോ എന്നുള്ള ആശങ്കയൊക്കെയാണ് ഇങ്ങനെ നാട്ടിലേക്ക് പോകാൻ ഉള്ള തീരുമാനം മാറ്റിവെക്കാനുള്ള കാരണം. ഏതായാലും സൗദിയിലൊക്കെ ആഘോഷ പരിപാടികൾ ചെറിയ രൂപത്തിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പെരുന്നാൾ വിപണി അത്ര സജീവമല്ല. നമ്മുടെ പെരുന്നാൾ നമസ്കാരം, ഫിത്ർ സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നൽകിയ ഈദ് സന്ദേശത്തിൽ സമാധാനം കൊണ്ടുവരാനുള്ള സൗദിയുടെ ശ്രമങ്ങൾ ഇനിയും തുടരുമെന്ന് പറയുന്നുണ്ട്. രാജ്യത്തിന്റെ അതിർത്തിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഈ സൈനികരെ അദ്ദേഹം പ്രത്യേകം സ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ലോക മുസ്ലിങ്ങൾക്ക് ഈദാശംസകൾ നേരുന്ന സമയത്താണ് ഈ നിലവിലുള്ള അവസ്ഥ കൂടി രാജാവ് പരാമർശിച്ചത്. അതേസമയം കഴിഞ്ഞ രാത്രിയിലും സൗദിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. 12 ഡ്രോണുകളാണ് സൗദിയുടെ കിഴക്ക് പ്രവിശ്യക്ക് നേരെ ഉണ്ടായത്. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ സൗദിയുടെ റിയാദ്, ഖർജ് ഉൾപ്പെടെ മധ്യമേഖലയിലും റാസന്നൂർ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിലുമാണ് ആക്രമണം നടന്നിരുന്നത്. എന്നാൽ ഇന്നലെ ആദ്യമായി സൗദിയുടെ പടിഞ്ഞാറൻ മേഖല ലക്ഷ്യമാക്കിയും ആക്രമണം തുടങ്ങി എന്നതാണ് പ്രത്യേകത. മദീന പ്രവിശ്യയിൽ ചെങ്കടൽ തീരത്തെ യാംബുവിന് നേരെയാണ് ഡ്രോൺ മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. യാംബു തുറമുഖം ലക്ഷ്യമാക്കി വന്ന മിസൈൽ പ്രതിരോധ സേന തകർത്തു. യാംബുവിന്റെ എണ്ണ ശുദ്ധീകരണശാലയായ സാംറഫിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഡ്രോൺ പതിച്ച് നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട്. യാംബു വ്യവസായ മേഖലയിലാണ് സൗദി അറാംകോ മൊബൈൽ റിഫൈനറി കമ്പനി എന്ന സാംറഫ് സ്ഥിതി ചെയ്യുന്നത്. എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തി സൗദിയെ സാമ്പത്തികമായി തകർക്കുക, ആഗോള എണ്ണ വിപണിയെ തകർക്കുക തുടങ്ങിയവയാണ് ഇതിന് പിന്നിൽ ലക്ഷ്യം എന്ന് വളരെ വ്യക്തമാണ്. യാംബു തുറമുഖത്തിന് നേരെ ഉണ്ടായ ആക്രമണവും വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയിലായതോടെ ഗൾഫ് രാജ്യങ്ങളുടെ ചരക്ക് നീക്കത്തിന് ബദൽ മാർഗമായി സൗദി കാണുന്നത് ജിദ്ദയിലും യാംബുവിലുമുള്ള തുറമുഖങ്ങളാണ്. സൗദിയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് എണ്ണ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനും പദ്ധതിയുണ്ടായിരുന്നു. ഈ ബദൽ മാർഗം സജീവമാകുന്ന പശ്ചാത്തലത്തിലാണ് യാംബു തുറമുഖം ലക്ഷ്യമാക്കിയും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ചെങ്കടൽ തീരത്തെ ബദൽ മാർഗവും നശിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്നത് വളരെ വ്യക്തമാണ്. റിയാദിലെ ഒരു ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരുന്നു. മിസൈൽ പതിച്ച് 4 പ്രവാസികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ റിയാദിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സമീപവും മിസൈൽ പതിച്ചു. റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളും സ്വദേശികളും എല്ലാം വലിയ ആശങ്കയിലാണ് ഇപ്പോ ഉള്ളത്. ഈ സംഘർഷാവസ്ഥയുടെ ഈ പശ്ചാത്തലത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും കുവൈറ്റ് അമീർ മിഷാൽ അഹമ്മദ് അൽ സബാവും കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ സംസാരിച്ച് മേഖലയിലെ സാഹചര്യം ചർച്ച ചെയ്തു. ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ കൂടുതലും ലക്ഷ്യം വെച്ചത് സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയാണ്. ആകെ 700-ലധികം തവണ ഈ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. അതിൽ പകുതിയും കിഴക്കൻ പ്രവിശ്യക്ക് നേരെ ആയിരുന്നു. ഈ കിഴക്കൻ പ്രവിശ്യക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. അതിലൊന്ന് സാമ്പത്തിക പ്രാധാന്യമാണ്, 2 തന്ത്രപ്രധാനമായ സൈനിക സാന്നിധ്യമാണ്,
ഭൂമിശാസ്ത്രമായ പ്രത്യേകതയാണ് മൂന്നാമത്തേത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക ഉൽപാദന കേന്ദ്രം ഈ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലാണ്. സൗദി അറേബ്യയുടെ ആസ്ഥാനമായ ദഹ്റാൻ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മേഖലയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ ഗവാർ, കടലിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ സഫാനിയ ഒക്കെ ഉള്ളത് ഈ കിഴക്കൻ പ്രവിശ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നായ അബ്ഖയ്ക്ക്, പ്രധാന എണ്ണ കയറ്റുമതി തുറമുഖമായ റാസന്നൂറ എന്നിവയും ഈ കിഴക്കൻ പ്രവിശ്യയിലാണ്. ഇതിൽ റാസന്നൂറ എണ്ണ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ. പിന്നീടുള്ള ആക്രമണങ്ങൾ കിഴക്കൻ പ്രവിശ്യയിലെ ഏതൊക്കെ ഭാഗത്താണ് എന്ന് മന്ത്രാലയം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഈ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ളതും ഈ മേഖലയിൽ ലക്ഷ്യം വെക്കാൻ കാരണമാണ്. ദഹ്റാൻ എയർബേസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇറാനുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സൗദി മേഖല കൂടിയാണ് കിഴക്കൻ പ്രവിശ്യ എന്നതാണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളിൽ നിന്നോ ഡ്രോണുകളും മിസൈലുകളൊക്കെ അയക്കാൻ ഏറ്റവും എളുപ്പമുള്ള ദൂരപരിധിയിലാണ് ഈ പ്രവിശ്യയുള്ളത്. ഈ മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ കൃത്യമായി പ്രതിരോധിക്കാൻ സൗദിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ദിൽന, ഗോകുൽ. ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. ജലീൽ, പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി. ഇനി മുഹമ്മദ് റഹീസ് ചേരുന്നു ദുബൈയിൽ നിന്ന്. റഹീസ്, പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ. പക്ഷേ ഇത്തവണ പ്രവാസികൾക്ക് കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങനെ നാട്ടിലേക്ക് വരാനോ ആഘോഷിക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്നാലും ഗൾഫിൽ അവിടെയുള്ള സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഇടയിലാണ് ആഘോഷമൊക്കെ. എങ്ങനെയാണ് അവിടുത്തെ ഈ യുദ്ധത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ഒക്കെ സാഹചര്യം? ഗൂഗിൾ, ദിൽന, എല്ലാവർക്കും ഈദ് മുബാറക്. ഈ UAE സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് ഏറ്റവും പ്രധാനമായിട്ടും ഇതൊരു വലിയ സുരക്ഷ ഒരുക്കിയിട്ടുള്ള ഒരു പെരുന്നാളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ ഈദ്ഗാഹുകൾ അടക്കം ഇല്ലാതെ, ഈ കോവിഡ് കാലത്ത് പോലും ചെറിയ തോതിൽ എങ്കിലും നടന്നിരുന്ന തരത്തിൽ പോലും ഈദ്ഗാഹുകൾ ഇല്ലാതെയാണ് ഇത്തവണ UAE-യിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിൽ പ്രധാനം രാവിലെ നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ മഴയുണ്ടായിരുന്നു. മഴയുടെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഈ ഈദ്ഗാഹുകൾ മാറ്റും എന്നുള്ളത് നേരത്തെ ഏതാണ്ട് തീരുമാനിച്ചിരുന്നത്. അത് പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇറാന്റെ ആക്രമണവും ഒപ്പം തന്നെ മഴയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒന്നും ഉണ്ടാകില്ല എന്ന് അറിയിച്ചത്. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുബായ് സമയം UAE സമയം 6:40 ഈദ് നമസ്കാരങ്ങൾ ആരംഭിക്കുക. അത് ഏതാണ്ട് 900 മസ്ജിദുകളിലായി ഈദ് നമസ്കാരങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ യാതൊരു തരത്തിലും നമസ്കാരം നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ 6:40 എന്നുള്ള ഏകീകരിച്ച സമയമാണ് എല്ലാ പള്ളികളിലും ഈദ് നമസ്കാരത്തിനായുള്ളത്. മാത്രമല്ല അധികം സമയം എടുക്കാതെ തന്നെ പെരുന്നാൾ നമസ്കാരവും കുത്തുബയും ഒക്കെ കഴിയും എന്നുള്ളതാണ് വിവരം. അങ്ങനെ UAE സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രി അലേർട്ടുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ നിമിഷം വരെയും ഏതാണ്ട് ഇന്നലെ വൈകിട്ട് തൊട്ട് ഈ നിമിഷം വരെയും കാര്യമായിട്ടുള്ള ആക്രമണം UAE കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നലെ രാത്രി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് അതൊന്ന് UAE പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു സംഘർഷം ആരംഭിച്ച് അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണമൊക്കെയും ആരംഭിച്ചതിന് ശേഷമുള്ള 3-ാം തവണയാണ് ഇരുവരും തമ്മിൽ ചർച്ച നടത്തുന്നത്. ഒപ്പം മേഖലയിൽ സമാധാനം പുലരണം എന്ന് UAE ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ പിന്തുണയും അമേരിക്ക വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥിരത വരുത്താൻ വേണ്ടതക്ക ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതായിരുന്നു UAE പ്രധാനമായിട്ടും പറഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റായി നടക്കുന്നു. ഒപ്പം തന്നെ ഈ UAE-യിലെ ഹിസ്ബുള്ള അംഗങ്ങൾ പലരും അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. വാണിജ്യ സ്ഥാപനത്തിന്റെ മറവിൽ ലെബനനിലേക്കും ഒപ്പം തന്നെ ഇറാനിലെ ഹിസ്ബുള്ള ശൃംഖലയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു എന്ന കേസിലാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചു, തീവ്രവാദത്തിന് ഫണ്ടിംഗ് നടത്തി എന്നുള്ള നിലയിൽ 5 പേരെയാണ് നിലവിൽ എന്തായാലും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആയി വരുന്നു. ഈ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിൽ ഈ ഹിസ്ബുള്ള ഭീകരരെ മറ്റു പല രാഷ്ട്രങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെ UAE-യിൽ നിന്നുകൂടി അറസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഈ നിമിഷം ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട മറ്റൊരു രാജ്യം അത് ബഹ്റൈനാണ്. ബഹ്റൈനിൽ എപ്പോഴും ഉണ്ടാകുന്നത് പോലെ പെരുന്നാൾ ദിനത്തിലും രാവിലെ ഇപ്പോൾ സൈറൺ മുഴങ്ങിയിരിക്കുകയാണ്. അപായ സൈറൺ മുഴങ്ങിയിരിക്കുന്നു. ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുൻപ് മാത്രമാണ് ഈ സൈറൺ മുഴങ്ങിയത്.
നിലയ്ക്ക് ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുവൈറ്റിലും പുലർച്ചെ ആക്രമണം ഉണ്ടായതിന്റെ ശ്രമം ഉണ്ടായതിന്റെ ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പെരുന്നാൾ ദിനത്തിലും അത്ര ശാന്തമല്ല. ഈ UAE വെച്ച് നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ ഒട്ടും ശാന്തമല്ല. ഈ പറയുന്ന ഖത്തറിലായിക്കോട്ടെ അല്ലെങ്കിൽ കുവൈറ്റിലായിക്കോട്ടെ നേരത്തെ തന്നെ വലിയ കൂട്ടമുണ്ടാകാൻ പാടില്ല എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയും നൽകിയിരുന്നു. അപ്പോൾ അത് ഈദ്ഗാഹുകളില്ല, അത് UAE പോലെ തന്നെ ഈദ്ഗാഹുകളില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ മറ്റ് കൂട്ടങ്ങളൊന്നും പാടില്ല, വലിയ തോതിലുള്ള ഈദ് ആഘോഷങ്ങളോ ഒന്നും പാടില്ല. അത് കല്യാണങ്ങൾക്ക് പോലും വിലക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ആഘോഷം നടത്തിക്കൊണ്ട് കല്യാണം നടത്താൻ പോലുമുള്ള വിലക്ക് ഈ രാഷ്ട്രങ്ങളിലൊക്കെയും ഉണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് കൂടിയാണ് ഈ ഇപ്പോൾ കടന്നു പോകുന്നതെന്നും പറയേണ്ടി വരും. കാരണം ഈ പെരുന്നാൾ കഴിഞ്ഞ് പിന്നീട് ഒരു 2-3 ദിവസം വീണ്ടും എല്ലാ മേഖലകളും ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങുക തിങ്കളാഴ്ചയോട് കൂടിയിട്ടാണ്. അപ്പോൾ അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസമായി മാറും. അതിനുശേഷം ഓരോ രാഷ്ട്രങ്ങളുടെയും സാമ്പത്തിക മേഖല എങ്ങനെ ചലിക്കുന്നു, ഒപ്പം തന്നെ ദൈനംദിന ജീവിതം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ഓരോ മേഖലകളിലും ഏതൊക്കെ തരത്തിലാണ് പിന്നീട് കാര്യങ്ങൾ. ഒന്നാമത് ഈ ഒരു റമദാൻ പ്രമാണിച്ച് പല മേഖലകളും അല്പം ഈ തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള കുറവ്, ജോലി സമയത്തിലുള്ള മാറ്റം, ഒപ്പം തന്നെ അങ്ങനെ പല സെക്ടറുകളും ഏതാണ്ട് 100% അല്ല പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ അത് വീണ്ടും 100%ലേക്ക് പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് ഏത് നിലയിലേക്കും കാര്യങ്ങൾ പോകുക എന്ന് ഓരോ രാഷ്ട്രവും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ, ദിൽന. ശരി, മുഹമ്മദ് റഹീസാണ് UAE-യിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഗൂഗിൾ, യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് കൃത്യം 3 ആഴ്ചയായി. ഈ സൈറനുകൾ എന്നത് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ജനങ്ങളുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ശീലമായി മാറി, അല്ലെങ്കിൽ കേട്ട് വിടുന്ന തരത്തിലേക്ക് മാറി. സുരക്ഷിതമാണ്, പക്ഷേ എന്നാലും അതൊരു ചെറിയ, നമ്മുടെ നാട്ടിലൊരു ഫയർ എഞ്ചിൻ പോവുകയോ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം പോവുകയോ ആംബുലൻസ് പോവുമ്പോൾ മുമ്പ് ചിലപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു പേടി പോലൊരു പേടി അവിടെയും ഉണ്ട് ആളുകൾക്ക്. ഇന്ന് പുലർച്ചെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം മരിച്ചു എന്ന അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നതിനിടെയായിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹം കണ്ടത്. ഇറാനുമായുള്ള യുദ്ധം വിചാരിക്കുന്നതിലും വേഗത്തിൽ അവസാനിച്ചേക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിട്ടില്ല എന്നും ഇസ്രയേലും അമേരിക്കയും ലോകത്തെ സംരക്ഷിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. First of all, I just want to say I'm alive and you're all witnesses. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരിടവേളയ്ക്ക് ശേഷം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടിയായി ഞാൻ ജീവനോടെയുണ്ടെന്ന് പറഞ്ഞായിരുന്നു നെതന്യാഹു വാർത്താസമ്മേളനം ആരംഭിച്ചത്. ഇറാൻ ഇപ്പോൾ ആരുടെ ഭരണത്തിൽ കീഴിലാണെന്ന് തനിക്കറിയില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനായി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇറാനിയൻ നേതൃത്വത്തിനുള്ളിൽ വിള്ളലുകൾ വീഴുന്നതായി കാണുന്നുണ്ടെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഹോർമുസ് കടലിടുക്ക് ഉപയോഗിച്ച് ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും ഇറാന്റെ തന്ത്രം നടപ്പാവില്ലെന്നും നെതന്യാഹു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പശ്ചിമേഷ്യയും ലോകത്തെയാകെയും സംരക്ഷിക്കുകയാണെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. ഇറാൻ ഭരണകൂടത്തെ തകർത്തതായും ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കിയതായും നെതന്യാഹു. അതേസമയം ഇറാനിലെ വാതകപാടങ്ങൾ ആക്രമിക്കരുതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളെ കണ്ടത്. അതിനിടെ അമേരിക്കയുടെ F-35 വിമാനം ആക്രമിച്ചിരിക്കുന്നു ഇറാൻ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IRGC ഏറ്റെടുത്തിട്ടുണ്ട്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ഇന്നിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്ന് എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. രണ്ട് വശത്തുനിന്നും, അതായത് രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും അത്തരം ചില സൂചനകൾ വരുന്നുണ്ട്. ഇറാന്റെ പ്രകൃതിവാത കേന്ദ്രങ്ങൾക്ക് നേരെ ഈ ആക്രമണം നടത്തിയത് വലിയ വിമർശനം കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു ആക്രമണം നടത്തരുതെന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അത് ആവശ്യപ്പെട്ടത്. അത് മാത്രമല്ല, ഈ എണ്ണവില വലിയ തോതിൽ വർദ്ധിക്കുന്നു. അത് തടയാനായിട്ടാണ് ട്രംപിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ടെലിഫോണിലായിരുന്നു സംസാരിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞത് ചെയ്യരുത് നെതന്യാഹുവിനോട് പറഞ്ഞു. നെതന്യാഹു അത് കേട്ടു എന്നാണ് ട്രംപ് ഇന്ന് വൈറ്റ്
ഹൗസിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ട്രംപ് പറയുകയും ഒപ്പം അദ്ദേഹത്തിന്റെ ഈ യുദ്ധത്തിലുള്ള മുന്നോട്ടുള്ള നയം വ്യക്തമാക്കുകയും ചെയ്തു. സൈന്യത്തെ ഒരിടത്തേക്കും അയക്കുന്നില്ല, ഇനി അങ്ങനെ ഒരു നീക്കം ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളോട് പറയില്ല, അതായത് മാധ്യമപ്രവർത്തകരോട് പറയില്ല എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഇറാനിലെ സൗത്ത് പാഴ്സ് വാതകപ്പാടത്തിന് നേരെ നടത്തിയ ആക്രമണം ഇസ്രായേൽ സ്വന്തം നിലയ്ക്ക് ആസൂത്രണം ചെയ്തതാണെന്നാണ് നെതന്യാഹു സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി ഈ സൗത്ത് പാഴ്സിന് നേരെ ഒരു ആക്രമണം നടത്തില്ലെന്ന് നെതന്യാഹു ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനിച്ചതായിട്ടുള്ളതും പറയുന്നുണ്ടായിരുന്നു. ഈ ഹോർമൂസ് കടലിടക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നീക്കങ്ങളെ നെതന്യാഹു വിമർശിക്കുകയും ചെയ്തു. ലോകത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാനുള്ള അവരുടെ ഈ നീക്കം വിജയിക്കില്ല, അത് മാത്രമല്ല ഇതൊരു അന്താരാഷ്ട്ര നാവികപാതയാണ്, അത് സംരക്ഷിക്കപ്പെടുവാനുള്ളതെല്ലാം ചെയ്യുമെന്നും പറഞ്ഞു. ഈ അമേരിക്കയെ ഇസ്രയേലാണ് അല്ലെങ്കിൽ നെതന്യാഹു ആണ് ട്രംപിനെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ള ആരോപണങ്ങൾ വളരെ ശക്തമായിരുന്നു. അത് അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു. വെറും അസംബന്ധമാണെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അത് മാത്രമല്ല ഇറാന്റെ ആണവ പദ്ധതികളൊക്കെ തടയേണ്ട ആവശ്യകത ട്രംപിന് നല്ല ബോധ്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. അതേസമയം ഈ മധ്യ ഇസ്രയേലിലും ജെറുസലേമിലും ഇറാൻ നടത്തിയ വളരെ ശക്തമായ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് അവിടെ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ഇന്നലെ മാത്രം ഏതാണ്ട് 13 തവണയാണ് ഇസ്രയേലിൽ മിസൈൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയത്. ഓർക്കണം, ഇത് നെതന്യാഹു ഈ പത്രസമ്മേളനം വിദേശ മാധ്യമ പ്രവർത്തകരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തുടർച്ചയായിട്ടുള്ള ആക്രമണം വന്നത്. ഇറാന്റെ ഏകദേശം 85% വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായിട്ട് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാനിൽ ഇനിയും 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ അവശേഷിക്കുന്നുണ്ടെന്ന് സൈന്യം തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല യുദ്ധച്ചെലവുകൾ കൂടുകയാണ്. $200 ബില്യൺ അധിക ബജറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പെന്റഗൺ വൈറ്റ് ഹൗസിനെ സമീപിച്ചിട്ടുണ്ട്. ഇതിന് US കോൺഗ്രസിന്റെ അപ്രൂവൽ വേണം. പെന്റഗൺ പറയുന്നത്, അതായത് പീറ്റ് ഹെക്സത്ത് പറയുന്നത്, തെറ്റായ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുവാനായിട്ട് ഇത്രയധികം പണം വേണമെന്നാണ് പറയുന്നത്. അതേസമയം നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഒരു F-35 വിമാനം ഈ ഇറാൻ ആക്രമിക്കുകയും എന്നാൽ പെന്റഗൺ പറയുന്നത് സുരക്ഷിതമായി നിലത്തിറക്കി അന്വേഷണം നടത്തി വരികയാണ്. ഇതിന് ഏതാണ്ട് $10 കോടി മേൽ വില വരുന്നതാണ്. ഇതാദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പോർ വിമാനം വീഴ്ത്തിയതായിട്ട് ഇറാൻ സൈന്യം അവകാശപ്പെടുന്നത്. നേരത്തെ നമുക്കറിയാം കുവൈറ്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഒരു 3 അമേരിക്കൻ F-15 വിമാനങ്ങൾ ഇത്തരത്തിൽ അബദ്ധത്തിൽ വെടിവെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ദിൽന ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി തുടരുകയാണ്. റഷ്യയിൽ നിന്നടക്കം LPG വാങ്ങാൻ ശ്രമിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. LPG വിതരണം മുടങ്ങുന്ന സാഹചര്യമില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നതെങ്കിലും ആശങ്ക തുടരുകയാണ്. പരിഭ്രാന്തരായി LPG ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരിഞ്ചന്തയിൽ സിലിണ്ടർ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, പ്രതിസന്ധി തുടരുന്നു, ആശങ്കപ്പെടേണ്ട എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് കേന്ദ്രം. എന്തൊക്കെ പ്രതിവിധികൾ ആണ് ഈ സാഹചര്യത്തിൽ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത്? കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ എന്താണ്? രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇത് നേരിടുന്നതിനായി റഷ്യയിൽ നിന്നടക്കം LPG വാങ്ങാൻ ശ്രമിക്കുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. LPG വിതരണം മുടങ്ങുന്ന സാഹചര്യം ഇല്ല എന്ന് സർക്കാർ ആവർത്തിക്കുകയാണ്. എന്നാൽ ഈ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. അതിനൊരു പരിഹാരം അത് പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തിരുന്നു, പല കൂടിയാലോചനകളും നടത്തിയിരുന്നുവെങ്കിലും ഒരു പരിഹാര മാർഗം ഈ വിഷയത്തിൽ കാണാൻ ആകുന്നില്ല എന്ന് തന്നെയാണ് പ്രതിസന്ധി. അതേസമയം ഈ പെട്രോളിയം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തെ തുടർന്ന് LPG ഇന്ധനത്തിൽ ഉണ്ടായ ക്ഷാമം അത് ആശങ്ക തുടരുന്നു എന്ന് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം പരിഭ്രാന്തരായി LPG ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന നിർദ്ദേശം അത് ആവർത്തിക്കുകയാണ് പെട്രോളിയം മന്ത്രാലയം. ഒപ്പം തന്നെ കരിഞ്ചന്തയിൽ സിലിണ്ടർ വിൽക്കുന്നതിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും നിലവിൽ തന്നെ സംസ്ഥാനങ്ങളുമായി യോജിച്ച് അത്തരം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള സാഹചര്യം അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അന്തർ മന്ത്രാലയ സമിതി ഇക്കാര്യങ്ങൾ പരിശോധിച്ചാണ് തുടർ നീക്കങ്ങൾ രൂപം നൽകുന്നതും. ഈ ഒരു നിരീക്ഷണം, സൂക്ഷ്മമായുള്ള നിരീക്ഷണം തുടരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ശരി, കേരളത്തിലും ചെറിയ പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധി എന്നത് വാണിജ്യ LPG സിലിണ്ടറിന്റെ കാര്യത്തിലാണ് പ്രത്യേകിച്ചും. അത് 2 ദിവസത്തിനകം ആ വിതരണം പുനരാരംഭിക്കുമെന്നൊക്കെ ഏജൻസികൾ ചില വിവരങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കൂടുതൽ കടകളൊക്കെ തുറക്കുന്ന സമയത്ത് സ്ഥിതി എന്താണെന്ന് എന്താകും എന്നതാണ് ആകാംക്ഷ. ഇനി
എന്തായാലും കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വോട്ടെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. കോൺഗ്രസിന്റെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ സംസ്ഥാനത്ത് മത്സര ചിത്രം തെളിഞ്ഞു. ഇനി മുന്നണികൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവശ്യത്തിലേക്ക് കടക്കും. കോൺഗ്രസ് അവശേഷിച്ച 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ UDF ക്യാമ്പിൽ വ്യക്തത വന്നു. ഇതോടെ 3 മുന്നണികളും ഇന്നു മുതൽ സംസ്ഥാനത്തുടനീളം പ്രചാരണം ശക്തമാക്കും. ഡൽഹിയിൽ നിന്ന് കണ്ണൂരിൽ എത്തിയ കെ സുധാകരന് വലിയ വരവേൽപ്പാണ് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. വിജിൽ മാക്കുറ്റി, മുഹമ്മദ് ഷമ്മാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടന്നു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനമായും എല്ലാവരും പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഒരല്പം വൈകൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മേക്കപ്പ് ചെയ്തുകൊണ്ട് പ്രചാരണത്തിൽ അവർ ശക്തമായി തിരിച്ചുവരും എന്നായിരിക്കും പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. LDF സ്ഥാനാർത്ഥിയായിട്ടില്ല. BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു തീരുമാനം ഇതിൽ എപ്പോഴേക്ക് വരും? ഗുഡ് മോർണിംഗ് ദിൽന, ഗോകുൽ. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം സംസ്ഥാനത്ത് തെളിഞ്ഞു എന്ന് വേണം പറയാൻ. ഏറെ വൈകിയാണെങ്കിലും കോൺഗ്രസ് ഇന്നലെ രാത്രിയോടുകൂടി അവസാന പ്രഖ്യാപിക്കേണ്ടിയിരുന്ന 37 സീറ്റുകളിലെ സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചു. പക്ഷേ അത്തരം ഔദ്യോഗിക പ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ വന്നെങ്കിലും നേരത്തെ തന്നെ ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിമാർ റോഡ് ഷോ ഉൾപ്പെടെയുള്ളവ സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ അവർക്ക് നിശ്ചയിച്ച മണ്ഡലങ്ങളിൽ നടത്തി എന്ന് വേണം പറയാൻ. അവസാന ഘട്ടത്തിൽ ഒരു അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിരുന്നു. റോഡ് ഷോ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചെങ്കിലും അത് നടത്തണമോ വേണ്ടയോ എന്നുള്ളതെങ്കിലും നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ഇവരെല്ലാം തന്നെ റോഡ് ഷോകളിലേക്ക് സജീവമായി. ഇന്നു മുതൽ സജീവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം സംസ്ഥാനത്ത് തെളിയും എന്നുള്ളതാണ്. പക്ഷേ കെ സുധാകരന് സീറ്റ് നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച. കെ സുധാകരന്റെ നിലപാട് ഇനി എന്തായിരിക്കും എന്നുള്ളതാണ്. കണ്ണൂരിലായിരിക്കും ഇന്നത്തെ ആ ഒരു രാഷ്ട്രീയ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് പ്രധാന കോൺഗ്രസ് നേതാക്കൾ, അതായത് നിലവിലെ MLA കൂടിയായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ പാലോട് രവി മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അലോഷ്യസ് സേവ്യർ ഇന്നലെ ഒരു പ്രതിഷേധ രാജിയൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി. അതിനുശേഷം പിന്തിരിയുന്ന നിലപാടിലേക്കും വന്നു. ഒപ്പം ദീപ്തി മേരി വർഗീസ് എന്നിവർക്കും സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസിനകത്ത് ഇവർ ഇനി ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ കേരളം. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള CP ജോൺ, UDF സ്ഥാനാർത്ഥി CP ജോൺ പര്യടനമൊക്കെ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ BJPക്കും LDFനും ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള RJDയിൽ നിന്ന് ഇന്നലെ രാജിവെച്ച V സുരേന്ദ്രൻ പിള്ള മത്സരിക്കും എന്നുള്ളതാണ് NDAയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ CPMഉം അല്ലെങ്കിൽ LDFും അദ്ദേഹത്തെ മത്സരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടത്തി എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഒരു അനിശ്ചിതത്വം ഈ തിരുവനന്തപുരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കോൺഗ്രസ് ക്യാമ്പുകളിൽ ഇന്നത്തെ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. പ്രധാനമായും കെ സുരേന്ദ്രന്റെ നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ദിൽന, ഗോകുൽ. ശരി, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ഇത്ര ദിവസവും കോൺഗ്രസിന്റെ പട്ടികയുടെ എന്ന് വിചാരോട് ഇനി ചിലപ്പോൾ തിരിച്ച് കോൺഗ്രസ് ചോദിക്കും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എവിടെയാണ്. സിറ്റിംഗ് മണ്ഡലമാണ്, ഒരു മന്ത്രി ഉണ്ടായിരുന്ന മണ്ഡലമാണ്. അവിടെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ LDFന് കഴിയാത്തത്. BJPക്ക് അതിൽ കുറച്ച് സസ്പെൻസ്. BJP പ്രഖ്യാപിക്കുന്നില്ല, BJP ഒഴിച്ചിടുന്നു എന്നതാണ് മറ്റൊരു സസ്പെൻസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ അതൃപ്തിയിലായ എൽദോസ് കുന്നപ്പള്ളിയിൽ മത്സരിക്കുന്നതിൽ ഇന്ന് തീരുമാനമെടുത്തേക്കും. താൻ പാർട്ടിക്ക് വിധേയനാണെന്നും പ്രവർത്തകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുമാണ് ഇന്നലെ രാത്രി എൽദോസ് കുന്നപ്പള്ളിയിൽ മാധ്യമങ്ങളോട് അറിയിച്ചത്. കടുത്ത നീക്കങ്ങളിലേക്ക് എൽദോസ് കടക്കില്ല എന്ന വിശ്വാസത്തിലാണ് മുതിർന്ന നേതാക്കൾ. അതേസമയം കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ ദീപ്തി മേരി വർഗീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ലിഡിയ, ഈ പെരുമ്പാവൂർ സീറ്റില്ലെങ്കിൽ DCC പ്രസിഡന്റ് സ്ഥാനമൊക്കെയാണ് പകരം ചോദിച്ചത് എൽദോസ് കുന്നപ്പള്ളിൽ. അത് ഒരു കാരണവശാലും ആലോചിക്കാൻ കഴിയില്ലെന്ന് KPCC പറയുകയും ചെയ്യുന്നുണ്ട്. സ്വതന്ത്രനായി ഇറങ്ങില്ല എന്നത് പ്രതീക്ഷയാണ് നേതൃത്വത്തിൻ്റെ. ഒപ്പം ദീപ്തി മേരി വർഗീസ് പോസ്റ്റർ അടിച്ചു, പത്രിക ഒപ്പിട്ട് വരെ റെഡിയാക്കി വെച്ചതാണ്. നേതാക്കളെ പറഞ്ഞില്ല, അവസാനം സീറ്റും ഇല്ലാത്ത അവസ്ഥയാണ്. ദീപ്തി എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. പക്ഷേ ഷിയാസിൻ്റെ ആത്മവിശ്വാസം ദീപ്തിയും കൂടെ ഇറങ്ങും, വിജയത്തിനായി പ്രവർത്തിക്കുമെന്നാണ്. എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ്. ഈ അതൃപ്തി പുകയുന്ന നേതാക്കൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിനോ തയ്യാറാവുന്നുണ്ടോ?
ഗോകുൽ, ദിൽന, എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസും രണ്ടുപേരും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രണ്ടുപേരുടെയും പ്രതികരണം തേടിയിരുന്നു, പക്ഷെ രണ്ടുപേരും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് വലിയ കടുത്ത നിരാശയും ഇത്തരത്തിൽ അതൃപ്തിയുമുണ്ട്. ഇന്നലെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം എൽദോസ് കുന്നപ്പള്ളി പ്രതികരിച്ചിരുന്നു, പക്ഷേ മറ്റ് തുടർ നീക്കങ്ങൾ എന്താണെന്നതിനെ പറ്റിയാണ് എൽദോസ് കുന്നപ്പള്ളി വ്യക്തമാക്കാതിരുന്നത്. പക്ഷേ ദീപ്തി മേരി വർഗീസ് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എൽദോസ് കുന്നപ്പള്ളിയുടെ തുടർ നീക്കങ്ങൾ എന്ത് എന്നാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള തരത്തിലുള്ള പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് സീറ്റ് നിഷേധിച്ചാൽ താൻ അവിടെ തന്നെ പെരുമ്പാവൂരിൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും, പ്രത്യേകിച്ച് തനിക്ക് വലിയ ജനപിന്തുണയുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി പ്രകടനവും റാലിയും ഒക്കെ പ്രവർത്തകർ നടത്തുകയും ചെയ്തിരുന്നതാണ്. അത്തരത്തിൽ വലിയ പ്രതീക്ഷയിൽ കൂടിയായിരുന്നു, വലിയ ആത്മവിശ്വാസത്തിൽ കൂടിയായിരുന്നു എൽദോസ് കുന്നപ്പള്ളി ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ സീറ്റ് നിഷേധിച്ചതിൽ കടുത്ത നിരാശയും അതൃപ്തിയും എൽദോസ് കുന്നപ്പള്ളിക്ക് ഉണ്ട് എന്നുള്ളതാണ്. മറ്റ് നേതാക്കളുമായി സംസാരിച്ച്, സഹപ്രവർത്തകരുമായി സംസാരിച്ച്, പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി ഒക്കെ സംസാരിച്ച ശേഷം തീരുമാനത്തിലേക്ക് എത്താമെന്നുള്ളതാണ് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തോടെ അതിൽ ഒരു തീരുമാനമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അത് വലിയ ക്ഷീണമായിരിക്കും കോൺഗ്രസിന് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനോജ് മുത്തയുടെ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ സഭയുടെ അടക്കം പിന്തുണയുടെ കാര്യത്തിലുമൊക്കെ ഒരു വലിയ ആശങ്കയടക്കം നിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളി കൂടി സ്വതന്ത്രനായി വരികയാണെങ്കിൽ അത് വലിയ ക്ഷീണമായിരിക്കും പാർട്ടിക്ക് ചെയ്യുക എന്നതിൽ സംശയമില്ല. മാത്രമല്ല എൽദോസ് കുന്നപ്പള്ളി കടുത്ത തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഒരു പ്രതീക്ഷ എന്നുള്ളത്. താൻ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് എൽദോസ് കുന്നപ്പള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് എൽദോസ് കുന്നപ്പള്ളിയുടെ നീക്കം എന്നതിനെ പറ്റി നമുക്ക് പറയാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദീപ്തി മേരി വർഗീസും അതുപോലെ തന്നെ വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് എൽദോസ് കുന്നപ്പള്ളി DCC പ്രസിഡന്റ് സ്ഥാനമൊക്കെ ആദ്യം ചോദിച്ചിരുന്നെങ്കിലും ഇതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസും അതുപോലെ തന്നെ തഴയപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ദീപ്തിയുടെ കാര്യത്തിലും പ്രത്യേകിച്ച് ആദ്യം മേയർ സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ടു, അതിനുശേഷമാണ് ഇത്തരത്തിൽ സീറ്റ് ലഭിക്കാതെ വരുന്നത്. അത് രണ്ടുപേരുടെയും സമാന സാഹചര്യമായ ഒരു സാഹചര്യത്തിൽ ദീപ്തി മേരി വർഗീസിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും, ഏത് സ്ഥാനം നൽകി ആശ്വസിപ്പിക്കും, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി കൂടിയാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ദീപ്തി മേരി വർഗീസ് ഇന്നലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം കൂടി നമ്മൾ തേടുന്നുണ്ട്. മുഹമ്മദ് ഷിയാസ്, അതായത് കൊച്ചിയിലെ സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചത് ദീപ്തി മേരി വർഗീസ് പ്രചാരണത്തിനടക്കം ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദീപ്തി മേരി വർഗീസ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയെ വെട്ടിലാക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കില്ല എന്ന് ദീപ്തി മേരി വർഗീസിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ പാർട്ടിക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും രണ്ടുപേരുടെയും കാര്യം ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. എന്താണ് തീരുമാനമെന്നത് കാര്യത്തിൽ പാർട്ടിക്ക് വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രണ്ടുപേരെയും അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ DCC പ്രസിഡന്റ് സ്ഥാനമൊക്കെ ചോദിച്ചിരുന്നെങ്കിലും അത് നൽകാനാവില്ല എന്ന നിലപാടിലാണ് നിലവിൽ പാർട്ടി ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസിനും അത്തരത്തിലുള്ള സ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇനിയിപ്പോൾ നൽകേണ്ടി വരും, അത്തരത്തിലുള്ള അനുനയ നീക്കങ്ങളിലേക്കൊക്കെ കടക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. ദിൽന, കൊച്ചിയിൽ സസ്പെൻസ് ആയിരുന്നു. ഒരുപാട് സ്ഥാനാർത്ഥി സാധ്യതയുള്ള ആളുകളുടെ ബാഹുല്യമുള്ള സ്ഥലമായിരുന്നു എറണാകുളത്ത്. പക്ഷേ ദീപ്തി മേരി വർഗീസിന്റെ കാര്യത്തിലൊക്കെ ഇന്നലെയും പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, പത്രിക മേയർ തുടങ്ങി ഇങ്ങോട്ടേക്ക് തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയതാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്. അവിടെ ഇങ്ങോട്ട് പല പാർട്ടികളിൽ നിന്ന് ഓഫർ വരുമ്പോഴും അതൊന്നും സ്വീകരിക്കാതെ അതിനോട് നോ പറഞ്ഞ് മാറി നിൽക്കുന്ന ദീപ്തി മേരി വർഗീസാണ്. മാതൃകാപരമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ അതിനെ പാർട്ടി പരിഗണിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം കൂടി ഒരു വശത്ത് വരുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ CEC ആദ്യമേ തന്നെ വെട്ടിയാണ് പേര് വിട്ടത്. ഔദ്യോഗിക തീരുമാനം വന്നതുകൊണ്ട് ഒരു എതിർസ്വരങ്ങൾ ഇനി ഉണ്ടാവില്ല, പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. അതേ പ്രതീക്ഷയിലാണ് പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിയും. തന്റെ വിജയത്തിന് വേണ്ടി എൽദോസ് കുന്നപ്പള്ളിയിൽ രംഗത്തുണ്ടാകുമെന്നാണ് UDF സ്ഥാനാർത്ഥി മനോജ് മുത്തേടൻ 24-നോട് പറഞ്ഞത്. മണ്ഡലത്തിൽ UDFന് അനുകൂല സാഹചര്യമാണുള്ളതെന്നും അസ്വാരസ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകുമെന്നും മനോജ് മൂത്തേടൻ പറഞ്ഞു. പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ 24-നൊപ്പം ചേരുകയാണ്. ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ, അനിശ്ചിതത്വങ്ങൾ, അതിനൊടുവിലാണ് ഒരു ലിസ്റ്റ് വരുന്നത്. അതിൻ്റെ ഒടുവിൽ അങ്ങയുടെ പേര് എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവൃത്തി പരിചയത്തിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് അറിയാം. കാരണം എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയാണെന്ന്. പെരുമ്പാവൂരിന് സുപരിചിതനാണ്. അപ്പോൾ എങ്ങനെയാണ് പെരുമ്പാവൂരിലെ അടുത്ത പ്രവർത്തനങ്ങളെ കാണുന്നത്? പെരുമ്പാവൂരിൽ ഒരു വലിയ വികസന മുന്നേറ്റമുണ്ടായിട്ടുള്ള പ്രദേശം കൂടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം എൽദോസ് കുന്നപ്പള്ളി MLA എന്ന നിലയിൽ ഒരുപാട് വികസന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂരിൽ യാഥാർത്ഥ്യമാകുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത
അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതിരുന്നൊരു ഘട്ടത്തിൽ പെരുമ്പാവൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് അക്ഷീണമായ പരിശ്രമം നടത്തുകയും അതിനടിസ്ഥാനത്തിൽ ബൈപ്പാസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നല്ല സാഹചര്യം കൂടിയാണ്. LDF കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്ന ആൾ DCCയുടെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആളാണ് ബേസിൽ പോൾ എന്ന് പറയുന്നത്. NDയുടെ കാൻഡിഡേറ്റായിട്ട് വരുന്ന ആളും മണ്ഡലം വൈസ് പ്രസിഡൻ്റായിട്ട് നിന്ന കോൺഗ്രസിന് തന്നെ പ്രവർത്തകനായിട്ട് നിന്ന ആളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സുപരിചിതരാണ്, ഒരുമിച്ച് സഹപ്രവർത്തകരായി നിന്നവരാണ്. തമ്മിലാണ് ഈ തവണത്തെ പോട്ടി. അതിനെ എങ്ങനെയാണ്? അല്ല, അതൊരു നല്ല സൗഹൃദ മത്സരമായിട്ട് കാണുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തനം നടത്തിയ ആളുകളാണ്. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി അപ്പുറത്ത് പോയതെന്ന് എനിക്കറിയില്ല. അതുപോലെ NDA സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് അപ്പുറത്ത് പോയതല്ല. ഇവിടെ വേറെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. എൽദോസ് കുന്നപ്പള്ളി വലിയ പ്രതീക്ഷയോടെ നിന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ചുണ്ടിനും കപ്പിനോടൊക്കെ പോയി എന്ന് പറയുന്ന അവസ്ഥയാണ്. കൂടെ സഹപ്രവർത്തകനായ അങ്ങേക്ക് സീറ്റ് കിട്ടുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ഈ പ്രവർത്തകരെ എല്ലാവരെയും ഒറ്റക്കെട്ടായി വീണ്ടും കൊണ്ടുപോവുക, ഒരു ചൂലിനെ കോർക്കുന്ന പോലെ കോർത്ത് കൊണ്ടുപോവുക എന്നുള്ളതും ശ്രമകരമായൊരു ദൗത്യം. ഇല്ല, എല്ലാവരും എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്തും പ്രഖ്യാപിക്കാൻ വൈകുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു അനിശ്ചിതത്വം കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എല്ലാവരും UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ടുണ്ടാകും. പെരുമ്പാവൂരിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നും എന്തായാലും മുത്തേടനെ സംബന്ധിച്ചില്ല. അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നേരിട്ടതാണ്. നിലവിൽ ഐക്യമുന്നണിയുടെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ് മനോജ് മുത്തേടൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ക്യാമറമാൻ ഷിജു ചവർക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 കൊച്ചി. ഇനി പാലക്കാടേക്കാണ്. ഒറ്റപ്പാലത്ത് UDF ഒറ്റക്കെട്ടാണെന്ന് പറയുകയാണ് സ്ഥാനാർത്ഥി PK ശശി. ലീഗും കോൺഗ്രസും ഒരേ മനസ്സോടെ പ്രചാരണത്തിനുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നത് PK ശശിയാണ്. CPM വിട്ട PK ശശി 24 പറഞ്ഞെന്താണെന്ന് കേൾക്കാം. CPIM വിട്ട് പുറത്തു വന്ന് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷന്റെ ഭാഗമായ PK ശശി ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വലിയ റോഡ് ഷോയിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പത്തിരിപ്പാലം മുതൽ ഒറ്റപ്പാലം ജംഗ്ഷൻ വരെയുള്ള റോഡ് ഷോ ആണ്. വലിയ ആവേശത്തിലാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയ ആവേശത്തിലാണ് ഈ റോഡ് ഷോ നമുക്ക് കാണാൻ കഴിയുന്നത്. UDF ഒറ്റക്കെട്ടായി ഇവിടെ പ്രവർത്തനമുണ്ടോ? വളരെ യോജിപ്പോട് കൂടിയാണല്ലോ, വളരെ നല്ല യോജിപ്പോട് കൂടിയാണല്ലോ UDF പ്രവർത്തിക്കുന്നത്. UDFിനകത്ത് UDF ക്യാമ്പിനകത്ത് യാതൊരു ഒരു ഭിന്നതയില്ല. UDF മാത്രമല്ല, UDFും ഞങ്ങളുടെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടും എല്ലാം യോജിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഒരൊറ്റ ശക്തിയെ പോലെ നിൽക്കുകയാണ്. ഏത് ചിഹ്നത്തിലായിരിക്കും മത്സരം? ചിഹ്നം 2 ദിവസം കൊണ്ട് തീരുമാനിക്കും. ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഇല്ല. കൈപ്പത്തിയിലായിരിക്കുമോ അതോ മറ്റൊരു ചിഹ്നമായിരിക്കും? ഇപ്പോൾ പറയാനാവില്ല, കാരണം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒറ്റപ്പാലം മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി CPIMന്റെ കയ്യിലാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് PK ശശിയും അതുപോലെ തന്നെ UDF ക്യാമ്പും. ഒറ്റക്കെട്ടാണ് UDF എന്നാണ് PK ശശി നമ്മളോട് പറയുന്നത്. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. മത്സരിക്കുന്ന സീറ്റ് സംബന്ധിച്ച് അനിശ്ചിതത്വം നീങ്ങിയതോടെ V അബ്ദുറഹ്മാൻ ഇന്ന് തിരൂരിൽ പ്രചാരണത്തിനിറങ്ങും. വൈകിട്ട് പറവണ്ണയിലാണ് പരിപാടി. അബ്ദുറഹ്മാനെ ആദ്യം താനൂരിലായിരുന്നു CPIM പ്രഖ്യാപിച്ചത്. അതിൽ അതൃപ്തി പ്രകടിപ്പിച്ച അബ്ദുറഹ്മാൻ മത്സരിക്കില്ല എന്ന നിലപാട് എടുത്തിരുന്നു. നിരന്തര ചർച്ചകൾക്കൊടുവിൽ സ്വന്തം നാട്ടിൽ മത്സരിക്കണമെന്ന അബ്ദുറഹ്മാന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ CPIM വഴങ്ങുകയായിരുന്നു. തൊടുപുഴയിൽ ഇക്കുറി പുതുമുഖമായി LDF കളത്തിലിറക്കുന്നത് യുവനേതാവിനെയാണ്. കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന പ്രസിഡന്റായ സിറിയക് ചാഴികാടനാണ് സ്ഥാനാർത്ഥി. മറ്റൊരു കേരള കോൺഗ്രസിന്റെ കോട്ടയായ തൊടുപുഴയിൽ ഇത്തവണ വിജയക്കൊടി പാറിക്കാനാകുമെന്നാണ് സിറിയക്കിന്റെ പ്രതീക്ഷ. തൊടുപുഴയിലെ വികസന മുരടിപ്പ് ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തുമെന്നാണ് സിറിയക് ചാഴികാടിന്റെ പ്രഖ്യാപനം. കന്നി അംഗത്തിനിറങ്ങുന്നത് കേരള കോൺഗ്രസ് ജോസഫിന്റെ കോട്ട പൊളിക്കുമെന്ന വിശ്വാസത്തിലാണ്. കോട്ടയം അരീക്കര സ്വദേശിയാണ് സിറിയക്. തൊടുപുഴയിൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സിറിയക്കിന് കഴിയുമെന്ന് കേരള കോൺഗ്രസ് M വിലയിരുത്തുന്നു. 2023 മുതൽ യൂത്ത് ഫ്രണ്ട് Mന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ന്യൂജൻ ശൈലിയിൽ സംഘടനയെ ചലിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് സിറിയക് വഹിക്കുന്നത്. അന്ന് ഏതാണ്ട് സമപ്രായക്കാരും സമകാലീനരുമായിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ ആന്റണി സാറും ജോസഫ് സാറും തമ്മിലായിരുന്നു മത്സരമെങ്കിൽ ഈ തവണ അത് പിടിച്ചടക്കുമെന്ന് ഉറപ്പിച്ചാണ് നമ്മളിവിടെ മുന്നോട്ട് പോവുക. യാതൊരുവിധ സംശയവുമില്ല, വിജയം സുനിശ്ചിതമാണ്. ഇന്ന് വിവിധ ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ കേരള കോൺഗ്രസിൽ പ്രശ്നം, ഇവിടെ പ്രശ്നം, അവിടെ പ്രശ്നം. ഇന്നലെ 5:30 സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ഇന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട ജിമ്മി മറ്റത്തിപ്പാറയുടെ നാട്ടിൽ നിന്നും
കരിങ്കുന്നത്ത് നിന്നും ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നും ഇവിടെ നിന്നും ഇത്ര വലിയ ആവേശത്തോടുകൂടി ആരംഭിക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗാന്ധിയൻ സ്റ്റഡീസിൽ മാസ്റ്റർ ബിരുദം, പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA, ഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് PG എന്നീ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത സിറിയക്കിനുണ്ട്. തൊടുപുഴയിൽ അപ്പു ജോൺ ജോസഫ് കൂടി സ്ഥാനാർത്ഥിയായതോടെ കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ ഇത്തവണ മത്സരം കടുക്കും. 24 ഇടുക്കി. ഈ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗം നടത്തുന്ന അല്ലെങ്കിൽ ആദ്യമായി മത്സരത്തിന് ഇറങ്ങുന്ന സ്ഥാനാർത്ഥികളെ പറ്റി, രാഷ്ട്രീയ നേതാക്കളെ പറ്റിയുള്ള സെഗ്മെന്റിലേക്കാണ്. കാണാം മീനച്ചൂടിൽ കന്നിക്കാർ. ഹാസ്യ പരിപാടികളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച നടനും ചലച്ചിത്ര സംവിധായകനുമായ രമേശ് പിഷാരടി സിനിമാ മേഖലയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. കന്നി അംഗം കുറിക്കുന്ന പിഷാരടി മണ്ഡലം നിലനിർത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. അബ്രപാളിയിലെ വെള്ളിത്തിളക്കത്തിൽ നിന്ന് രാഷ്ട്രീയ പോരാട്ടം നിറഞ്ഞ തിരഞ്ഞെടുപ്പ് അംഗക്കളത്തിലേക്ക് ചേക്കേറുകയാണ് രമേശ് പിഷാരടി. സ്കൂൾ, കോളേജ് തലങ്ങളിലും പിഷാരടി മത്സരച്ചൂട് അറിഞ്ഞിട്ടില്ല. എന്നാൽ മത്സരാർത്ഥികളെ വിജയിപ്പിക്കാൻ മുൻപന്തിയിലുണ്ടാകാറുണ്ട്. നിയമസഭ, ലോക്സഭ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ സ്റ്റാർ പ്രചാരകനായി പിഷാരടി എത്താറുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പരിചയ സമ്പത്തുണ്ടെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ വലിയ ജനനേതാക്കളും മത്സരിച്ച ഒരു ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അതിനുള്ള അവസരം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സംഘാടന തലങ്ങളിലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പരിപാടികളിലുമൊക്കെ നിൽക്കുന്നുണ്ട്. കലയും മറ്റേ നമുക്ക് ഉപജീവനമായിട്ട് നടക്കുന്നത് കൊണ്ട് അങ്ങനെ ആയിരുന്നു എന്നേ ഉള്ളൂ. ഞാനിത് വളരെ അടുത്ത് ഇടപഴകുന്ന, അടുത്തറിയാവുന്ന ഒരു പ്രദേശം തന്നെയാണ്. താരപരിവേഷം തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഗുണമാകുമെന്ന പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് രമേശ് പിഷാരടിയും. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ഇനി കാണാം മണ്ഡലം ചുറ്റും മഹിളകൾ. മഹിളകളുടെ മണ്ഡലം ചുറ്റിയുള്ള യാത്ര എത്തിയിരിക്കുന്നത് തൃശ്ശൂരിലാണ്. കാൽനൂറ്റാണ്ടിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്ത് വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലന്റെ ആത്മവിശ്വാസം. തൃശ്ശൂരിൽ നിന്ന് സ്മിത ഹരിദാസും കൃഷ്ണ ചെറിയാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇവിടെ എല്ലാവർക്കും സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഇത്തവണ നിയമസഭയിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ ലാർജ് സ്കെയിലിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അല്ലേ, ഞാൻ 25 വർഷം തൃശ്ശൂർ കോർപ്പറേഷനിലെ തുടർച്ചയായിട്ട് കൗൺസിലറാണ്. 2000 കോർപ്പറേഷനായിട്ട് രൂപീകരിച്ച അന്ന് മുതൽ ഈ 25 വർഷം തുടർച്ചയായിട്ട് കൗൺസിലറാണ്. ഒരു വർഷം 9 മാസം മേയറാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 25 വർഷ കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കും മൂലയും അറിയാം, എല്ലാവരെയും അറിയാം. നേരിട്ട് പേര് വിളിച്ച് പറയാനുള്ള ഒരു ബന്ധമുണ്ട്, വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ട്. മാത്രമല്ല മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെയ്ത ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ തന്നെ എണ്ണി പറയാനുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമാണ്. അപ്പോൾ 4 നൂറ്റാണ്ടായിട്ട് തൃശ്ശൂരിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലുണ്ട്. കൈവെള്ള പോലെ തൃശ്ശൂരിനെ അറിയാവുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ കൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് LDF അവരുടെ നിലവിലെ MLA സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. അപ്പോൾ അത് ഒരു ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടോ? അത് രാഷ്ട്രീയമായ ഒരു ചോദ്യമാണ്, അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സമീപത്തുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഒരു CPIയുടെ ഒരു MLA നിർത്തുകയും മറ്റൊരു MLA വേണ്ടാന്ന് വെക്കുകയും ചെയ്യുമ്പോൾ അവർ തന്നെ അവരുടെ MLA നന്നായി പ്രവർത്തിച്ചിട്ടില്ല, വേണ്ടതൊന്നും ചെയ്തില്ല എന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊരു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ആളാണ് അപ്പുറത്ത് NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ബന്ധങ്ങൾ വേറെ, രാഷ്ട്രീയം വേറെ എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളെ കാണുക. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ എങ്ങനെയാണത്? പത്മജേച്ചി അപ്പുറത്ത് നിൽക്കുമ്പോൾ പൽപ്പേച്ചി കോൺഗ്രസിലായിരുന്ന കാലഘട്ടങ്ങളിൽ പൽപ്പേച്ചിക്ക് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള വർക്കിങ്ങിനുള്ള കമ്മിറ്റിയിലൊക്കെ ഞാനുണ്ടായിരുന്നു. ആത്മാർത്ഥമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ഡിവിഷനിൽ പോലും പൽപ്പേച്ചി പരാജയപ്പെട്ട സമയത്ത് പോലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ നല്ല ലീഡ് അന്ന് പൽപ്പേച്ചിക്ക് ലീഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൽപ്പേച്ചി തോറ്റു. പക്ഷേ പൽപ്പജ വേണുഗോപാൽ ഇന്ന് കോൺഗ്രസിലില്ല. പൽപ്പജ വേണുഗോപാൽ BJPയിലാണ്, BJP സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. വ്യക്തിപരമായ ബന്ധങ്ങൾക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ പോലും പൽപ്പജ വേണുഗോപാൽ കോൺഗ്രസുമായി ഇപ്പോൾ യാതൊരു ബന്ധമില്ല.
രാഷ്ട്രീയ ശത്രു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ശത്രുവാണ് BJP. ആ രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. വാമനപുരം മണ്ഡലത്തിൽ 50 വർഷം ഭരിച്ച ഇടതുപക്ഷം ഒന്നും ഒരു ഗവൺമെന്റ് കോളേജ് പോലും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുകയാണ് UDFന്റെ സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോട്. മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ മികച്ച ആരോഗ്യ സംവിധാനങ്ങളും മണ്ഡലത്തിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തിന് അതീതമായ സമസ്ത മേഖലയിലെയും ജനങ്ങളുടെ പിന്തുണ ഇത്തവണ തനിക്ക് ലഭിക്കുമെന്നാണ് സുധീർ ഷാ പാലോടിന്റെ പ്രതീക്ഷ. വാമനപുരം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ യുവമുഖം സുധീർ ഷാ പാലോട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ CPMന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. പാർട്ടി വലിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, DCC വൈസ് പ്രസിഡന്റാണ്. പുതിയ ഉത്തരവാദിത്തത്തെ എങ്ങനെയാണ് കാണുന്നത്? പിടിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം? 100% വലിയ പോരാട്ടമല്ല, ചരിത്ര വിജയത്തിലേക്ക് വാമനപുരം നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 5 പതിറ്റാണ്ട് 50 വർഷക്കാലം ഈ നിയോജക മണ്ഡലം ഭരിച്ച ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾ ഈ നാടിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതിലെ ജില്ലയിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കോൺഗ്രസിന്റെ. യുവാക്കളുടെ വോട്ട് കൂടെ നിർത്താനാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും മണ്ഡലത്തിലെ യുവാക്കളുടെ മാത്രമല്ല സമസ്ത ജനവിഭാഗത്തിൻ്റെയും വലിയ പിന്തുണയാണ് രാഷ്ട്രീയത്തിന് അതീതമായി ലഭിക്കുന്നത്. തീർച്ചയായും ഇത് ഈ വാമനപുരം നിയോജക മണ്ഡലത്തിലെ ഇടതു ദുർഭരണത്തിൻ്റെ കൗണ്ട് ഡൗൺ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 70-ന് ശേഷം ഇങ്ങോട്ട് കോൺഗ്രസിന് ആധിപത്യം പുലർത്താൻ മണ്ഡലത്തിലായിട്ടില്ല. അപ്പോൾ ഇത്തവണ ജനങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് തേടുന്നത്? വികസനം തന്നെയാണോ പറയുന്നത്? എന്താണ് ചൂണ്ടിക്കാണിക്കുന്ന കാരണം? എന്താണ് പ്രചാരണ വിഷയം? എന്താണ് ഈ നിയോജക മണ്ഡലത്തിൽ ഇത്രത്തോളം വികസന മുരടിപ്പ് ബാധിച്ച ഒരു നിയോജക മണ്ഡലം വേറൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വന്തമായി 50 വർഷക്കാലം ഭരിച്ചിട്ട് സ്വന്തമായി ഒരു ഗവൺമെൻറ് കോളേജ് ഇല്ലാത്ത ഏക നിയോജക മണ്ഡലം, 5 പേർക്ക് തൊഴിൽ കൊടുക്കുവാൻ ഒരു സംവിധാനവുമില്ലാത്ത ഒരു നിയോജക മണ്ഡലം. ഈ മലയോര നാട് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട ചികിത്സ പോലും ലഭ്യമാക്കുവാൻ ഒരു സംവിധാനവുമില്ലാത്ത ഒരു നിയോജക മണ്ഡലമാണ്. ഇതിലൊരു കാര്യം കൂടി, ഇപ്പൊ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ വിജയത്തിനെ സ്വാധീനിക്കാൻ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാഹചര്യം ഉണ്ടോ? ഇപ്പോൾ ഒരിക്കലുമില്ല. നിങ്ങൾ കാണുന്നില്ലേ ഈ വർദ്ധിച്ച ആവേശം? ഒരു സംഘടനാ പ്രശ്നവുമില്ല, ഒരു തർക്കവുമില്ല. ഉറപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 100-ലധികം സീറ്റ് നേടി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ 100-ലധികം സീറ്റ് നേടി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിൽ ഒന്ന് വാമനപുരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. ഏതായാലും ഈ മണ്ഡലത്തിലെ CPM പുലർത്തിയിരിക്കുന്ന ആധിപത്യം ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്നും സംസ്ഥാനത്ത് 100-ലധികം സീറ്റോടെ UDF അധികാരത്തിലേറുമ്പോൾ അതിലൊരു സംഭാവന നൽകുന്ന മണ്ഡലം വാമനപുരം മണ്ഡലമായിരിക്കുമെന്ന പ്രതീക്ഷയാണ് സുധീർ ഷാ പാലോട് പങ്കുവെക്കുന്നത്. ജിനുവിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്കാണ്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ രാമരക്ഷായന്ത്രം സ്ഥാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, അമൃതാനന്ദമയി, ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ട്രഷറർ ഗോവിന്ദദേവ് ഗിരിജി തുടങ്ങിയവർ പങ്കെടുത്തു. രാമരാജ്യം എന്നാൽ നീതിയും തുല്യതയും അടിസ്ഥാനമാക്കിയുള്ള ഭരണ സംവിധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഭാരതീയ സംസ്കാരത്തിന്റെയും ഋഷി പരമ്പരയുടെയും ഉത്തമ മാതൃകയാണ് ശ്രീരാമചന്ദ്രനെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ മാതാ അമൃതാനന്ദമയി പറഞ്ഞു. കോഴിക്കോട് നിന്ന് വരുന്നൊരു വാർത്ത. താമരശ്ശേരി ചുരത്തിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങിയെന്നതാണ്. ചുരം 7-ാം വളവിലാണ് ലോറി കുടുങ്ങിയത്. ക്രെയിൻ എത്തിച്ച് ലോറി നീക്കാനുള്ള ശ്രമം തുടരുന്നു. ദിൽഷ തിലകൻ ചേരുന്നുണ്ട്. ദിൽഷ, പെരുന്നാൾ ദിനമാണ്. വയനാട്ടിലേക്കൊക്കെ ഒരുപാട് സഞ്ചാരികൾ ഈ വീക്കെൻഡിൽ എത്തുന്ന സമയം കൂടിയാണ്. വേഗത്തിൽ ഈ കുരുക്ക് നീക്കാൻ കഴിയുമോ? ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ഈ താമരശ്ശേരി ചുരത്തിൽ ഈ ലോറി കുടുങ്ങുന്നത് ഒരു സ്ഥിരം സംഭവം തന്നെയാണ്. എന്നാൽ ഇന്ന് പെരുന്നാൾ ദിനമാണ്, അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചുരം 7-ാം വളവിലാണ് പുലർച്ചെയോടെ ലോറി കുടുങ്ങിയത്. ഈ ക്രെയിൻ എത്തിച്ച് ലോറി നീക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. എന്നാൽ ചുരം ഇറങ്ങി വരികയായിരുന്ന ലോറിയുടെ മുൻഭാഗത്തെ ടയറുകളിലൊന്ന് ഈ സംരക്ഷണ ഭിത്തിയുടെ പുറത്തേക്ക് ചാടിയ നിലയിലാണ്. അത് നീക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെ ഹൈവേ പോലീസും ചുരം സംരക്ഷണ സമിതിയും എല്ലാം തന്നെ. എന്തായാലും ഗതാഗതം തടസ്സപ്പെട്ട നിലയിൽ തന്നെയാണ്. പോലീസ് എത്തിയിട്ടുണ്ട്. വൺ വേ ആയിട്ട് വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുന്നാൾ, അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ ഇന്ന് ഇവിടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് ഈ ഗതാഗത തടസ്സം നീക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ, ഈ
സഞ്ചാരികളുടെ തിരക്ക് വരുന്ന സമയമാണ്. കോഴിക്കോട് നിന്നൊക്കെയാണെങ്കിലും ഒരു വീക്കെൻഡ് ട്രിപ്പായിട്ടും പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ കൂടി ആഴ്ചയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരക്കേറുന്ന സമയമാണ്. വേഗത്തിൽ കുരുക്ക് നീങ്ങട്ടെ. പെരുന്നാൾ ആഘോഷിക്കാൻ പലരും കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് ഒരു കുരുക്ക്, ആ കണ്ടെയ്നർ അവിടെ നിന്ന് മാറി കുരുക്ക് നീങ്ങട്ടെ, സുഗമമായി അവർ നാട്ടിൽ നിന്ന് യാത്രയ്ക്കൊക്കെ സൗകര്യം ഒരുങ്ങട്ടെ. ഇനി നമ്മൾ കായിക വാർത്തയിലേക്കാം. ഫുട്ബോൾ ലോകകപ്പിലെ അമേരിക്കയിലെ മത്സരങ്ങൾ മാറ്റണമെന്ന ഇറാന്റെ ആവശ്യം തള്ളി ഫിഫ. നിശ്ചയിച്ച ഷെഡ്യൂളിൽ മാറ്റം വരുത്താനാകില്ല എന്നാണ് നിലപാട്. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫിഫയ്ക്കാകില്ല. ഫുട്ബോളിലൂടെ സമാധാനം കൊണ്ടുവരാനാണ് ഫിഫയുടെ ശ്രമമെന്നും പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ വ്യക്തമാക്കി. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ കളിക്കാനാവില്ല എന്നായിരുന്നു ഇറാൻ നിലപാട്. ഇറാൻ താരങ്ങൾക്ക് സുരക്ഷ ഉറപ്പു പറയാനാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ 2 മത്സരങ്ങളാണ് അമേരിക്കയിൽ നടക്കുക. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.